ഹലോ ടീം. ഇതൊരു ടൂളാണ് AI മാഗസിൻ. ഇത് 2-3 കമ്പോണൻസ് ചേർത്താണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു മാഗസിൻ കാർഡ്സ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ടെംപ്ലേറ്റ് ഇട്ടേ ഉള്ളൂ. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ LLM മോഡൽസുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഒരു മാഗസിൻ പോലെ സെൻട്രലൈസ്ഡ് റെപ്പോയിൽ സേവ് ചെയ്തിട്ട് ഇത് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ നമുക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ ഇംഗ്ലീഷ് ടു മലയാളം, അത് IndicTrans എന്ന് പറഞ്ഞൊരു മോഡൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ആ ഇംഗ്ലീഷ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആ മാഗസിന്റെ ടെക്സ്റ്റിന് ഞാൻ ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഇത് കുറച്ച് ടൈം എടുക്കും. ഇത് ലോക്കൽ ഡിപ്ലോയ് ആണ്. അത് കുറച്ച് ഹെവി ആയതുകൊണ്ട് ലോക്കലി ഡിപ്ലോയ് ചെയ്തിട്ടാണ് ആ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഇത് കൂടുതൽ ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് ആണ് ഇത്രയും സമയം. ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ കൺവേർട്ട് ചെയ്തു. ഇനിയിപ്പോ ഇത് ODIയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് സൂപ്പർ മെമ്മോ. ഇപ്പൊ നമുക്ക് ഇതിനെ പല പല ലാംഗ്വേജിൽ ഓരോരോ കാർഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ലൈക്ക്, കമന്റ് അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. ഈ ലൈക്ക്, കമന്റ്, ഷെയർ ഫംഗ്ഷനാലിറ്റി കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ടൂളാണ്. മെയിൻ ഇന്റൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡിസൈൻ, ഇപ്പം ഇത് കുറച്ച് ടൈം എടുക്കുന്ന അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഡിസൈൻ, ഇതാണ് ഇതിന്റെ ഡിസൈൻ. അപ്പം യൂസർ ഫ്രണ്ട് എൻഡ് ഒരു റിയാക്ട് ഫ്രണ്ട് എൻഡ് ആണ്. അത് dotnet സർവീസ് വഴി HuggingFace ഓപ്പൺ അസിസ്റ്റന്റ് മോഡലിനെ ആക്സസ് ചെയ്യുന്നു. പിന്നെ ട്രാൻസ്ലേഷൻ നമുക്ക് AI4Bharatന്റെ IndicTrans വെച്ചിട്ടാണ്. ഇത്രയും ലാംഗ്വേജസ്, അത് ഈ ഫസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് ഇത്രയും ലാംഗ്വേജസ് ആണ്. സെക്കൻഡ് വേർഷനകത്ത് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ODIയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹിന്ദിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിന് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ആക്ച്വലി കുറെ ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് ഇത്രയും സമയം എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആക്ച്വലി ഇത് സേവ് ചെയ്യുന്ന സമയത്ത് അത് അതിന്റെ ഇംഗ്ലീഷ് ഒറിജിനൽ ടെക്സ്റ്റിലാണ് സേവ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഇപ്പൊ ഈ ക്യാരക്ടറിനെ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ഇതിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാനുണ്ട്. ഇത് ഇനീഷ്യൽ ബേസ് ലൈൻ വേർഷൻ ആണ്. എങ്ങനെ ഒരു LLM മോഡലിനെ യൂസ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം, അതിന്റെ ഡിസൈൻ എങ്ങനെയാ, പിന്നെ അതിന്റെ ഇപ്പം AI ചാറ്റ്, ഇപ്പം എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഇപ്പം സൂപ്പർ മെമ്മോയുടെ അൽഗോരിതം, ഇത് ആക്ച്വലി ഞാൻ മുമ്പേ സേവ് ചെയ്യാത്തത് കൊണ്ടാണ് മുമ്പത്തെ കാണാത്തത്. ഇത് ഇപ്പം വാട്ട് ഈസ് ദ യൂസ് ഓഫ് സൂപ്പർ മെമ്മോ അൽഗോരിതം. ഇപ്പോൾ നമ്മളൊരു വലിയൊരു കാര്യം പഠിക്കണമെങ്കിൽ അത് എളുപ്പത്തിൽ പഠിക്കാനുള്ള അൽഗോരിതമാണ്. ഈ അൽഗോരിതം ഈ ആപ്ലിക്കേഷനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ളൊരു മാർഗമാണ്. ഇത് ആക്ച്വൽ ടെക്സ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ സേവ് ചെയ്യുന്നു, തിരിച്ച് മാഗസിനിലോട്ട് പോകുന്നു, തിരിച്ച് ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ കുറച്ച് മുമ്പേ വന്ന ടെക്സ്റ്റ് ഇതിലുണ്ട്. ഇതിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇപ്പൊ തിരിച്ച് ചാറ്റിൽ വന്നിട്ട് ഫെച്ച് ചെയ്താൽ സൂപ്പർ, ഇത് നമ്മൾ ചോദിച്ചു വാട്ട് ഇസ് ദ യൂസ് ഓഫ് സൂപ്പർ മെമ്മോ അൽഗോരിതം. ഇപ്പൊ ചെറിയൊരു സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ വിഷൻ, ഇത് ചിലതൊക്കെ റിപ്പീറ്റേഷൻ കാണും. ഇതിനെ റിൻസ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഓട്ടോമാറ്റിക് സമ്മറൈസേഷൻ, മെറ്റാഡേറ്റ അനാലിസിസ്, പാറ്റേൺ. അപ്പം ഇത് നമ്മൾ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ മാഗസീനിൽ ഓട്ടോമാറ്റിക് സമ്മറൈസേഷൻ, അപ്പൊ ഇത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ബംഗാളിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. വിതിൻ 1 മിനിറ്റ് ഇത് നമ്മുടെ ടെക്സ്റ്റിന് അനുസരിച്ചാണ്. നമ്മൾ കുറച്ചു മുമ്പേ കുറച്ച് ടെക്സ്റ്റ് കൊണ്ട് കൊടുത്തു, പെട്ടെന്ന് വന്നു. നമ്മൾ ഇത് കണ്ടോ, നമ്മൾ ബംഗാളിയിലാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മറാഠി, ആക്ച്വലി ഞാൻ മറാഠി ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഇത് ബോൾഡ് ആയിരിക്കുന്നത്. മറാഠിയിൽ ഇത് മലയാളത്തില് നമുക്ക് തമിഴാക്കാം. ഇപ്പം ഇത് ഒരാള്, ഇതൊരാള്, ഇത് തമിഴ്. ഇതിലെന്ത് പ്രശ്നം ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ടെക്സ്റ്റ് നമ്മൾ കുറെ ടെക്സ്റ്റ് കൊടുത്തിട്ട് കുറച്ച് വന്നുള്ളൂ. എനിക്ക് ഓക്കെ, താങ്ക് യു ഗൈസ്. അടുത്ത അപ്ഡേറ്റ്